ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുകയും അക്കങ്ങളുടെ ഗുണനഫലം കൂട്ടിയപ്പോൾ ആദ്യ അക്കം കിട്ടി എങ്കിൽ ആ സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? നല്ല ചോദ്യമാണ്. ഒരു രണ്ടക്ക സംഖ്യ നമ്പർ, ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ ചെയ്താലും അതായത് പ്രൊഡക്റ്റും അതിന്റെ സമ്മും കൂട്ടിയാൽ ആദ്യത്തെ നമ്പർ തന്നെ എത്തണമെങ്കിൽ എപ്പോഴും ആ നമ്പർ ഓർത്ത് വെച്ചോളൂ, 9 അവസാനിക്കുന്നതായിരിക്കും. അതിന്റെ ഉത്തരം ഞാൻ പറയുന്നത്. നിങ്ങൾ 9 അവസാനിക്കുന്ന ഏതൊരു രണ്ടക്ക സംഖ്യ എടുത്ത് നോക്കൂ. 29. ആ 29നെ നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്ത് 2 9 കൊണ്ട് 2 into 9 18 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി 2 + 9 ചെയ്ത് നോക്കി. 2 + 9 നിങ്ങൾക്ക് അറിയാം 11 ആണ്. നിങ്ങളോട് പറയുന്നത് ഒരു ജോഡിയിൽ നമ്പറിന്റെ ആ ജോഡിയിൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് ഗുണനഫലവും ആ ജോഡിയിൽ നമ്പർ തമ്മിൽ കൂട്ടിയാൽ ആദ്യത്തെ രണ്ടക്ക സംഖ്യയെ തിരിച്ചു കിട്ടുന്നു. കണ്ടോ? 29നെ 2ഉം 9ഉം തമ്മിൽ ഗുണിച്ചപ്പോഴും 29നെ 2ഉം 9ഉം തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടുന്ന സംഖ്യ വീണ്ടും കൂട്ടിയപ്പോൾ 29ലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അത് 29ന്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഏത് രണ്ടക്ക സംഖ്യ എടുത്താലും അത് തന്നെയാണ് സംഭവിക്കുക. ഇപ്പൊ 19 എടുത്തു, പക്ഷെ 9 അവസാനിക്കണം. ആ 9 അവസാനിക്കുന്ന 19ന് 1ഉം 9ഉം തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് 9 കിട്ടുന്നു. 1ഉം 9ഉം തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് 10 കിട്ടുന്നു. വീണ്ടും 9ഉം 10ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് 19 തിരിച്ചു കിട്ടുന്നു. ഒരു മിനിറ്റ്. റെന ഫാത്തിമ പറയും. ഒന്നുകൂടി കയറിയാൽ മതി. വേറൊരു ഫോണിൽ ശ്രമിച്ചോ? ഓക്കെ, കിട്ടും. വേറൊരു ഫോണിൽ ശ്രമിച്ചാൽ കിട്ടും. ശരി. അപ്പൊ 19നെ 1ഉം 9ഉം വിളിച്ചപ്പോൾ 9 കിട്ടി. 1ഉം 9ഉം 10 കിട്ടി. വീണ്ടും കുട്ടിയെ 19ലേക്ക് തിരിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 9 അവസാനിക്കുന്ന സംഖ്യകൾക്ക് മാത്രമേ ആ ഒരു പ്രത്യേകതയുള്ളൂ. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് എങ്കിൽ ആ രണ്ടക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞോളൂ. ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയായിരിക്കും? 9. 9ൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. 9ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് പറയാനുണ്ട്. 9ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചോളൂ. 9ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല. 9ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും സംഖ്യ ഇപ്പൊ 72. ആ 72നെ തിരിച്ചിട്ട് ഇന്റർചി ചെയ്ത് എത്രയാണ് ഇന്റർചി ചെയ്തത്? 27. ഇതിൽ ഏതാണ് വരുന്നത്? 72ആണോ 72ആണോ വരുന്നത്? 72. ഈ വരുന്നത് ചെറുത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഡിഫറൻസ് കാണുക എന്നർത്ഥം. ഈ 72 നീളത്തിൽ മൈനസിന്റെ എത്രയാണ്? സമയമാണ് പറയാം. 43. 45. 45. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം വരികയായി. ഇതൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാണുന്ന ചോദ്യമല്ല. ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ USSലായാലും NMSലായാലും ചോദിക്കും. കഴിഞ്ഞ USSൽ നമുക്ക് ചോദ്യം വരാത്തതുകൊണ്ടാണ് USSൽ കൂടുതൽ മാർക്ക് ലഭിച്ചത്. ഇത് NMS എന്തായിരുന്നു നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. അത് സാറ്റായാലും മേഖലയാലും വരും. ഒരു രണ്ടക്ക സംഖ്യയെ തിരിച്ചു എഴുതുന്നു. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചപ്പോൾ 45 കിട്ടിയെങ്കിൽ ചോദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരു രണ്ടക്ക സംഖ്യയെ തിരിച്ചെഴുതിയിട്ട് അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കൊണ്ട് വ്യത്യാസം കണ്ടു കഴിഞ്ഞപ്പോൾ
45 കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ രണ്ടക്ക സംഖ്യ നിങ്ങൾക്ക് തരുന്നേയില്ല. തരാതെ വെറും 45 മാത്രം തന്നുവെങ്കിൽ ഇതാ ചോദ്യം നിങ്ങളോട് വരുന്നു. ഈ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എന്താ എന്ന് പറഞ്ഞാൽ 72ഉം 27ഉം തരാതെ 7ന് 2 കുറച്ചാൽ എത്രയാണ് ചോദ്യം? 5. 5. ആ 5 കിട്ടണമെങ്കിൽ 72ഉം 25 തരാതെ 45 മാത്രം തന്നുകൊണ്ട് എങ്ങനെ 5ലേക്ക് നിങ്ങൾക്ക് എത്താമെന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ 5 × 9 ഡിവൈഡ് ചെയ്താൽ മതി. 45 5. അപ്പൊ നിങ്ങൾ ഇനി നിങ്ങൾ പരീക്ഷിക്കണം ഏതൊരു രണ്ടക്ക സംഖ്യയ്ക്ക് തിരിച്ചറിയും. ആരെങ്കിലും ഒരാൾ രണ്ടക്ക സംഖ്യ പറയുന്നു. 32. 32 തിരിച്ചെടുത്ത് 23. 9. 9 മാത്രം തന്നുകൊണ്ട് 3ന് 2 കുറച്ചാൽ എത്രയാണെന്നാണ് ചോദ്യം? 1. 1. ആ 1 കിട്ടുമെങ്കിൽ 9 നിങ്ങൾ എന്ത് ചെയ്യണം? 1. 9ന് 9 കൊണ്ട് അടിക്കണം. 9ന് 9 കൊണ്ടടിക്കണം. 9ന് 9 കൊണ്ട് അടിക്കണം. If the numerator and denominator is the same number, the result will be 1. പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പം അംശവും ചേർന്ന് തുല്യമായാൽ ഫലം ഒന്നായി. മനസ്സിലാക്കി ഒന്നും കൂടി പറഞ്ഞു തരുവാ? പറയാം, ശ്രദ്ധിച്ചു. മനസ്സിലായിട്ടില്ല എന്ന് പറയും. ഒന്നുകൂടി പറയും. മനസ്സിലായില്ല എന്ന് പറഞ്ഞ കുട്ടി ഒരു രണ്ടക്ക സംഖ്യ പറയും. 69. മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ കുട്ടി ആ 69 തിരിച്ചിട്ടു. 96. 69ആണോ 96ആണോ വരുന്നത്? 96. 96. അപ്പൊ 96ന് 69 കുറച്ചാൽ എത്ര? കൂട്ടിയത് കയ്യിലെ മേലെ ഇങ്ങനെ കൂട്ടി കത്തിയാൽ 27. 27. 27 ശരി. ആണ് പറയുന്നത്. ഈ 27നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 3. ആ 3 തന്നെയാണ് 9ൽ 4 കുറച്ചാൽ കിട്ടുക. ഇപ്പൊ ക്ലിയർ ആയി. ഇത് ഏതൊരു രണ്ടക്ക സംഖ്യയെടുത്ത് നിങ്ങൾ ചെയ്താലും മക്കളെ, ഏതൊരു രണ്ടക്ക സംഖ്യ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയി സാർ. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോകാം. ഇനി എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ? പാർക്കും പ്രവീണ വീഡിയോ ഓൺ ചെയ്ത കുട്ടികളൊക്കെ വീഡിയോ ഓൺ ചെയ്തോളൂ. അവരുടെ ഐഡിയ ഒക്കെ പേര് വിളിക്കും. ഇപ്പൊ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന കുട്ടിയാണ് ശ്രീവിദ്യ കൂർ, അതുപോലെ പ്രവീണ, ഫാത്തിമ, സെൽവ, മുഹമ്മദ്, മുഴുവൻ കാണുന്നില്ല, അഫ്നാനാണ്. അഫ്നാസ്. അപ്പൊ ഇത്രയും കുട്ടികൾ വീഡിയോ ഓൺ ചെയ്ത് വീഡിയോ കുട്ടികളെ ഓൺ ചെയ്തുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അവരോട് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന കുട്ടികളൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചോളൂ. അവർ നേരെ ചോദിക്കാൻ പറ്റും. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി സാറേ, ടുഡേസ് ക്വസ്റ്റ്യന് വിട്ടേന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇല്ല, നോക്കാം. രാവിലേക്ക് ശേഷം മോൾ പറഞ്ഞാൽ ഇതൊക്കെ ശരി. എന്റെ ഒരു കുസൃതി ചോദ്യം, പെട്ടെന്ന് ഉത്തരം പറയണം. പെട്ടെന്ന് ഉത്തരം പറയുന്ന കുട്ടികൾക്കാണ് ഒരു അംഗീകാരം ലഭിക്കുക. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. കുസൃതി ചോദ്യമാണ്. 1 + 11 + 111 +
1111 എത്രയാണ്? സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞു. 1234. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് എഴുതിയെങ്കിൽ 1 + 11 + 111 + 1111 എന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര സുഖമാണ് കൂട്ടാൻ? 4, 3, 2, 1. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയുന്നതും എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയാത്തതും? അപ്പൊ ഇതാണ് NMOSന്റെ കാര്യം. സ്കോളർഷിപ്പിന്റെ കാര്യം എങ്ങനെയാണ്? എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ. നിങ്ങൾക്ക് സ്കൂളില് നിങ്ങളുടെ കണക്കിന്റെ ടീച്ചേഴ്സ് സ്ക്വയർ നമ്പേഴ്സ് എടുത്തോ? തുടങ്ങിയിട്ടുണ്ട്. സ്ക്വയർ നമ്പേഴ്സ് എടുത്തു തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് സ്ക്വയർ നമ്പർ ഇങ്ങനെ കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞോ? 1 to 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിച്ചോ? അപ്പൊ നിങ്ങൾ എഴുതിക്കാണ് എഴുതിച്ചോളൂ. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കാര്യത്തിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് വൃത്തിയാക്കി പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഞാൻ തീർച്ചയായും NMOSക്ക് വരാൻ സാധ്യതയുണ്ട്. ഓരോ കുട്ടികൾ ഇപ്പോ വീഡിയോ ഓൺ ചെയ്യുന്നു. വീഡിയോ ഓൺ ചെയ്ത കുട്ടികളൊക്കെ എനിക്ക് പേര് നോക്കിയിട്ട് വിളിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് നേരിട്ട് പറയാൻ കഴിയുന്നത് ആ കുട്ടികളൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചോണ്ട് ഞാൻ പറയാം. ശരി. പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ്. Properties of square numbers. മക്കളാണ് എങ്ങനെ എഴുതിച്ചു? മലയാളം സാറേ. വർഗസംഖ്യകളുടെ പ്രത്യേകതകൾ. വർഗസംഖ്യകളുടെ പ്രത്യേകതകൾ. ചില ഇംഗ്ലീഷ് വാക്കിന് കൃത്യമായ മലയാളം പറയുമ്പോൾ ആവില്ല, പ്രത്യേകിച്ച് കണക്കിന്റെ കാര്യം. വർഗസംഖ്യകളുടെ പ്രത്യേകതകൾ. അപ്പൊ മലയാളം വായിക്കാനും കഴിയുന്നുണ്ടാവും അല്ലേ? ആ ഫോമാക്കിക്കൊണ്ടാ മലയാളം കഴിയുന്നത്. ശരി. പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ്. വർഗസംഖ്യകളുടെ പ്രത്യേകതകൾ. ഓക്കെ ആണോ? അത് ക്ലിയർ ആണെന്നുണ്ടോ? എഴുതി നോക്കാം. യെസ് സാർ. യെസ്, ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് NMOSക്ക് പഠിക്കാനുള്ള സ്ക്വയർ നമ്പർ പ്രത്യേകിച്ച് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ആദ്യത്തെ ഭാഗം ആയതുകൊണ്ട് തന്നെ NMOSക്ക് സ്ക്വയർ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള സാറ്റിൽ വരുന്ന ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സാറ്റിൽ NMOSക്ക് വരാൻ സാധ്യതയുള്ള സാറ്റിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് പിന്നെ 1 to 30 ഉള്ള സ്ക്വയർ നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വെക്കാൻ. അങ്ങനെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ഉപകാരപ്പെടും. ശരി. നമുക്ക് സാറ്റിൽ വരുന്ന 20 മാർക്കിന്റെ കണക്കിലെ ചോദ്യത്തിൽ സ്ക്വയർ നമ്പേഴ്സിന് എങ്ങനെയൊക്കെ ചോദ്യം വരും എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എഴുതി വെച്ചോ. റെഡിയാണോ എല്ലാവരും? യെസ് സാർ. പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ് എന്നത് ഒന്നാമത്തെ ചോദ്യം. സാറ്റിൽ വരുന്നതാണ്. സാറ്റിലെ 20 മാർക്കിൽ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു ടോപ്പിക്ക് ഇതാണ് പേര്, പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ്. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ നിങ്ങളുടെ ആദ്യത്തെ യൂണിറ്റ് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് സ്ക്വയർ നമ്പേഴ്സ് എന്ന ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നില്ല. പക്ഷെ NMOSക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യത്തോടുകൂടി തുടങ്ങാം. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 7744. What is the square of twice the number?
ഇതിന് മലയാളം മീഡിയം ഉണ്ടോ? Yes, sir. Yes, sir. ഈ ഇംഗ്ലീഷ് മീഡിയം കുട്ടി ആ ചോദ്യം വായിച്ചു. Square number is 7744. What is the square of twice the number? വീഡിയോ ഓൺ ചെയ്ത് വായിച്ച്. Video on ആണ്. ഒന്നുകൂടി Square of a number is 7744. What is the square of twice the number? ചില കുട്ടികളുടെ അവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ കുറെ ദിവസമായി BSNL നെറ്റ് കിട്ടുന്നില്ല, ഫോണേ കിട്ടുന്നില്ല. അതെന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. എന്നാലും സാധ്യത ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നവർ മൈക്ക് ഓൺ ചെയ്ത് പറയുക. 44 കുട്ടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലാതെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞാൻ അയച്ചു തരുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ഇനിയുള്ള ക്ലാസ്സിന്റെ പ്രത്യേകത, നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരു അരമണിക്കൂർ ബ്രേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു 20 ചോദ്യം ഇട്ട് തരും. ആ 20 ചോദ്യത്തിന് നിങ്ങൾ 15 മിനിറ്റോ 20 മിനിറ്റോ കൊണ്ട് ഉത്തരം എഴുതിയ ശേഷം ആ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഉണ്ടാവുക. ഒരു പ്രത്യേകത, നിങ്ങളുടെ ഈ ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ആൻസർ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പേരൻസിനോട് ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് നിങ്ങളുടെ സ്വയം വിലയിരുത്തലാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നത്. അത് ചിലപ്പോൾ ഞാൻ ഇവിടെ എടുക്കാത്തതാവാം, ചിലപ്പോൾ ഇവിടെ എടുത്തതാവാം. ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ട് കണക്കാക്കിയാണ്. എനിക്ക് 2 മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 മാർക്ക് കുട്ടികളെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ പറയുന്നത് മനസ്സിലായി. 30,976. ഞാൻ പറയാം. ഈ സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന ആദ്യത്തെ ഒരു ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഒരു സംഖ്യയുടെ വർഗം 7844 ആയാൽ ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര എന്നാണ് ചോദ്യം. ഇതിന്റെ മലയാളം ഞാൻ പറഞ്ഞത്, ഒരു സംഖ്യയുടെ വർഗം 7000. ഈ ചോദ്യം നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് സാറ്റ് പേപ്പറിൽ ഇങ്ങനെയൊരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ 7844 പകരം വേറെ എന്തെങ്കിലും ഫിഗർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കൾ ചെയ്യേണ്ടത് ഇതിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് സ്വയം കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കുള്ള എളുപ്പമാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 താഴെ ഒരു സംഖ്യ വിചാരിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് 3 വിചാരിച്ചു. ചോദ്യം നിങ്ങൾ ഏറെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സംഖ്യയുടെ വർഗം 3ന്റെ വർഗം 3 സ്ക്വയർ. അത് 9 ആണെന്ന് നിങ്ങൾക്കറിയാം. 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9 ആണ്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ നിങ്ങളുടെ പാഠഭാഗമായിട്ട് കണക്ട് ചെയ്ത രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ തരുന്നത്. 3ന്റെ സ്ക്വയർ 9 ആണ്. 3ന്റെ ഇരട്ടി എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. 23 എന്ന് പറഞ്ഞാൽ അത് 6 ആണ്. 6ന്റെ വർഗം 6 × 6 36 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യാം. ഒരു സംഖ്യയുടെ വർഗം 9 ആയാൽ ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര? അത് 36 ആണെന്ന് തെളിവ് കഴിഞ്ഞു. ഇനി വേറെ ചോദ്യം നിങ്ങൾ ഉണ്ടാക്കാം. 5 എന്ന സംഖ്യ എന്തുകൊണ്ട്? 5 എന്ന സംഖ്യയുടെ സ്ക്വയർ അത് 25 ആണെന്ന് നിങ്ങൾക്കറിയാം. 5 × 5 25 ആണ്. 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ 25 ആണ്. 5ന്റെ ഗുണനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ പറയാം. നേരത്തെ ഒരു കുട്ടി നമ്മുടെ ഗ്രൂപ്പിലൂടെ ചോദിച്ചിരുന്നതിന്റെ വാട്സപ്പിലേക്ക് അയച്ചിരുന്നത് 25 കൊണ്ടുള്ള ഗുണനത്തിന്റെ പ്രത്യേകത. ആ കുട്ടി ക്ലാസ്സിലുണ്ടോ? 25നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേകത ആ കുട്ടി എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിച്ചിരുന്നു. ആ കുട്ടി ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ഹലോ, ഇല്ലേ? സാരി, പേര് പറയുന്നില്ല. മൈക്ക് ഓണല്ലേ നിങ്ങളുടെ? എല്ലാവരും യെസ് എന്ന് ഒന്നിച്ച് പറഞ്ഞ്. സ്വയം കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ 5 എന്ന സംഖ്യയുടെ വർഗം 25 ആണെങ്കിൽ 5ന്റെ ഇരട്ടിയായ 10 എന്ന സംഖ്യയുടെ വർഗം 100 ആണ്. 10 × 20 100 ആണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 25 100 തമ്മിലുള്ള ബന്ധം എന്താണ് മക്കളെ? 25 × 4 9ന്റെ 4 ഇരട്ടി 36. 9ന്റെ 4 ഇരട്ടിയാണ് 36. ഇനി നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഒരു സംഖ്യയുടെ
വർഗം 7744 ആയാൽ ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര എന്ന് ചോദിച്ചാൽ 7744 ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. യെസ്, ആ ചോദ്യം ആ ഒരു കാര്യം അവിടെ ഉറപ്പിക്കാം. സാറ്റിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പ്രത്യേകിച്ച് സ്ക്വയർ നമ്പറിൽ നിന്ന്. 30,976. 30,976 റൈറ്റ് ആൻസർ ആണ്. ശരിയാണ്. അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. റെഡിയാണോ എല്ലാവരും? യെസ് സാർ. ചോദ്യം തന്നുകൊണ്ടാണ് ഓരോരോ സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ്. നിങ്ങൾക്ക് ആ സ്ക്വയർ നമ്പേഴ്സിന്റെ ആ ഒരു യൂണിറ്റ് നിങ്ങൾ സാറ്റിൽ എഴുതി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ എല്ലാ ക്വസ്റ്റ്യൻസും സെർച്ച് ചെയ്യാം. പ്രീവിയസ് ഇയറിലെ NMMSന്റെ സാറ്റ് നോക്കുക, അതുപോലെ USSന്റെ സാറ്റ് നോക്കിയിട്ട് സ്ക്വയർ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്നലെ മുഹമ്മദ് റസ്ലാൻ തന്നതുപോലെ നിങ്ങൾക്കും ആ സ്ക്വയർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. ഒരാൾ ഒരു ദിവസം 5 ചോദ്യം ഷെയർ ചെയ്തില്ല, അടുത്ത ദിവസം 5 ചോദ്യം ഷെയർ ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾ അതിന്റെ ആൻസർ കീ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് സജീവമാവും. അതിനെന്ത് സമ്മതം വേണ്ടയില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാനുള്ള സൗകര്യമുണ്ട്. അഡ്മിൻ ഓൺലൈനിൽ ഞാൻ ആക്കിയിട്ടില്ല. കേട്ടോ മുഹമ്മദ് റസ്ലാനെ? മുഹമ്മദ് ആരാണ്? അഫ്നാസ്. മുഹമ്മദ് അഫ്നാസ് പറയുന്നത് മനസ്സിലായോ? യെസ് സാർ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് അവിടെ സാറ്റ് 2015 മുതൽ ഇങ്ങോട്ടുള്ള 2024 വരെയുള്ള എല്ലാ സാറ്റിലെയും കണക്കിലെ ക്വസ്റ്റ്യൻസ് നെറ്റിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. അത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് സ്ക്വയർ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഒരു സ്ഥലത്ത് ക്രമീകരിക്കുക, പ്രത്യേകിച്ച് ഈ നോട്ട് ക്രമീകരിക്കുക. എന്നിട്ടോ അങ്ങനെ ചെയ്തതിനു ശേഷം മക്കൾ ചെയ്യേണ്ടത് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഓരോ ദിവസം ഇടപെട്ടുകൊണ്ട് ഓരോരുത്തരും ഒരു 3-4 ചോദ്യം വിടുക. ആ ചോദ്യം വിട്ടതിന് ശേഷം അതിന്റെ ആൻസർ അടുത്ത ദിവസം കൊടുക്കുക. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് സജീവമാവും. എല്ലാ കുട്ടികൾക്കും ആ ക്വസ്റ്റ്യന് പരിചയപ്പെടുകയും ചെയ്യാം. ശരി, അടുത്ത ചോദ്യം. അടുത്ത പ്രോപ്പർട്ടി സ്ക്വയർ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട അടുത്ത പ്രോപ്പർട്ടി എഴുതി വെക്കാം. റെഡിയാണോ എല്ലാവരും? യെസ് സാർ. 625 has 5 factors. ഇതിന്റെ മലയാളം എന്താണ്? 625-ന് 5 ഘടകങ്ങളുണ്ട്. How many factors? എല്ലാ കാര്യങ്ങളും ഇതിലൂടെ പറഞ്ഞാൽ വരില്ല. അതുകൊണ്ടാണ് 625-ന് 5 ഘടകങ്ങളുണ്ട്. അത് സത്യമാണ്. 625-ന്റെ വർഗത്തിന് സ്ക്വയറിന് എന്ന് പറഞ്ഞാൽ 625-നെ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആ സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട്? 11. 625-ന് 5 ഘടകങ്ങളുണ്ട്. 625-ന്റെ ഇരട്ടിക്ക് എത്ര ഘടകങ്ങൾ? 10. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുമ്പോൾ ആ ക്വസ്റ്റ്യൻ നിർമ്മിക്കുന്ന ആളുകൾ 3 തരം കുട്ടികളെ മനസ്സിൽ കാണുന്നുണ്ട്. ഒന്ന് ഒരു ഗിഫ്റ്റഡ് കുട്ടി എന്ന് പറഞ്ഞാൽ 100 മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ. മറ്റൊന്ന് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്ന ആവറേജ്, ഒരു എബോ ആവറേജ് കുട്ടി.
പിന്നെ ഒരു ബിലോ ആവറേജ്. നിങ്ങൾ എപ്പോഴും ഗിഫ്റ്റ് ട്രാക്കിൽ വരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം കുട്ടികളെ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. 625-ന് 5 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ 625-ന്റെ വർഗത്തിന് എത്ര ഘടകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ 5-നെ ഇരട്ടിയാണ്. 5-ന്റെ ഇരട്ടിയാണ് 10. 10-ൽ നിന്ന് 1 കുറിച്ചെഴുതിയ 9. ഇനി ഇതിന് ഉത്തരം 9 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കി വേണം. ഇനി ആദ്യം വീട്ടിൽ പറഞ്ഞിരിക്കുന്ന 625-ന് 5 ഘടകങ്ങൾ തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തണ്ടേ? പ്രാക്ടീസ് നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലാണല്ലോ. 625-നെ നമുക്ക് 25 എന്ന് എഴുതാമല്ലോ മക്കളെ. 25-ന്റെ സ്ക്വയർ അല്ലേ 625? എന്തായിരുന്നു മിണ്ടാത്തത്? ഞാൻ 25-ന് 25 അല്ലേ 625? അതെ. ഇനി 25-നെ ഒരു മിനിറ്റ്. ഈ 625-നെ 5 × 5 എന്ന് എഴുതിക്കൂടെ? വെറുതെ എസ് എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എസ് എന്ന് പറയാവൂ. അപ്പൊ 5 4 പ്രാവശ്യം എഴുതി കുറിച്ചാൽ 625 ശരിയല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ, പ്രത്യേകിച്ച് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രൈം നമ്പറിന്റെ ഒരു അഭാജ്യ സംഖ്യയുടെ മേലെ കൃതിയായിട്ട് ഒരു സംഖ്യ വന്നാൽ അതിന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു +1 ഇട്ട് കൊടുത്താൽ മതി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 5/4-ന്റെ കൂടെ 1 കൂട്ടിയാൽ 5 ഘടകങ്ങളുണ്ട്. അതിലൊരു ചോദ്യത്തിൽ പറഞ്ഞത് ശരിയാണ്. ഇനി 5/4 എന്ന് പറഞ്ഞാൽ 625 നിങ്ങൾ പഠിച്ച സ്ഥിതിക്ക് 5/4 എന്ന് 625-ന് പകരം എഴുതിയിട്ട് അതിന്റെ സ്ക്വയറിന് എത്ര ഘടകമുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ച 7ാം ക്ലാസ്സിലെ ഒരു കൃത്യന്റെ നിയമം ഉണ്ടായിരുന്നു, ലോ ഓഫ് എക്സ്പോണൻസ്. A⁻m എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? എക്ക് പകരം നിങ്ങൾ എക്സ് എന്നാ പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. ഇങ്ങനെ സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എങ്കിൽ 5⁴2 എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എങ്ങനെ എഴുതാം? 5/8. 5/4 എന്ന് പറഞ്ഞാൽ അത് 5/8 അല്ലേ? 5/4-ന് 4 മുന്നും 5 ഘടകം ഉണ്ടെങ്കിൽ 5/8 എത്ര ഘടകം ഉണ്ടാവും? 9. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. എഴുതിയ ഈ 5-നെ ഇരട്ടിയാക്കുക, 1 കുറയ്ക്കുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് ഒറ്റ വിളിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ സമാനമായ മറ്റൊരു ചോദ്യം ഞാൻ തരാൻ പിടിച്ചോളൂ. സമാനമായ മറ്റൊരു ചോദ്യം 1024 പക്കത്തിലേക്ക് 1024 ആദ്യത്തിലേക്ക് ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം. ആയിരത്തി 24-ന് 11 ഘടകങ്ങളുണ്ട്. സത്യം.
11 ഫാക്ടേഴ്സ്. സത്യമാണ് പറഞ്ഞത്. 1024 11 ഘടകങ്ങൾ. പ്രവീണ, ഗിരീഷ്, ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണ്. 1024 11 ഘടകങ്ങൾ. പക്ഷേ പ്രവീണ, ഗിരീഷ് പറയൂ, 1024 സ്ക്വയറിന് എത്ര ഘടകങ്ങളുണ്ടാവും? സാറ് ഞാൻ പറയട്ടെ. അല്ല, പ്രവീണ, ഗിരീഷ് പറയട്ടെ. നേരത്തെ നിങ്ങൾ 5 ഘടകത്തെ 5നെ ഇരട്ടിയാക്കി 1 കുറച്ചതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 21. എന്താണ് ചെയ്തത്? 11നെ ഇരട്ടിയാക്കി എത്ര? 22. 21. പറഞ്ഞ മുമ്പ് മനസ്സിലായോ? 21 ഘടകങ്ങളുണ്ടാവും. ശരി, ഇനി അടുത്ത സംഭവം തരാം. ഇനി ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 1024 2/10 എന്താണ് ഈ 2/10 എന്നുള്ളത്? 2/10 എന്ന് പറയാൻ എന്താ മീനിങ്? 2 ഇഞ്ച് 2 ഇഞ്ച് 2 ഇഞ്ച് അങ്ങനെ 10 വരെ. 2 10 പ്രാവശ്യം എഴുതി കുടിക്കാന്നല്ലേ? 2 10 പ്രാവശ്യം വീട്ടിൽ നിന്ന് സൗകര്യം കിട്ടുന്നത് എഴുതി കുടിച്ചു. നിങ്ങൾക്ക് 1000 കിട്ടുക. പക്ഷെ 2/10 2 എന്ന ഒരു സംഖ്യ ഒരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. അതിന്റെ മേലെ ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, +1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 2/10 11 ഘടകമുണ്ട് സംഖ്യയാണ്. ഇനി 2/10 എന്ന 1024 സ്ക്വയറിന് എത്ര ഘടകമുണ്ടെന്ന് വെച്ചാൽ അത് 2/20 ആരോഗ്യ മൈക്ക് ഓൺലൈൻ വിളിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. 2/10 2/10 കിട്ടി. 2/20 +1 21. ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ കൃതി അതിന്റെ കൃതി അതിലേക്ക് മാറ്റിയതിനു ശേഷം ഇതിലൂടെ ഒന്ന് ചേർക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? ഈ 11നെ ഇരട്ടിയാക്കുക, 1 ആക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗിഫ്റ്റഡ് കുട്ടികളുടെ റാങ്കിലേക്ക് 150 പഠിക്കുന്ന കുട്ടികളുടെ ആ ലിസ്റ്റിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ 2 മനസ്സിലാക്കി വെക്കണം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി എല്ലാവരും സ്ക്വയർ നമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. പുതിയ കുട്ടികൾ ഇത് ജോയിൻ ചെയ്തുകൊണ്ടാണ് അവർക്ക് കൂടി വേണ്ടിയിട്ട് ഒന്നുകൂടി ഇത് പറയുന്നത്. ആദ്യം കുറച്ച് കുട്ടികൾ കിട്ടിയതായിരിക്കും. എല്ലാവരും മൈക്ക് ഓൺ ചെയ്തു. എല്ലാവരുടെയും മൈക്ക് ഓണാണ്. അല്ലാണ്ട് ആവശ്യം വരുന്ന മൈക്കിന് ഓഫ് ചെയ്താൽ മതി. ഒരു ക്ലാസ് റൂമിന്റെ പ്രതീതിയാക്കാം. എല്ലാവരും പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്തോളൂ. പറ്റുമെങ്കിൽ ശരി. ഈ പ്രവീണ ഗിരീഷിന്റെ യഥാർത്ഥ നാമം എന്താണ്? ആരാധ്യ. ഓക്കെ. ആരാധ്യ ഒന്നും മറുപടി പറയണേ. എല്ലാവരും പറഞ്ഞോളൂ മകളെ. 1 ഒരു സ്ക്വയർ നമ്പറാണ്. അടുത്ത സ്ക്വയർ നമ്പർ 4 ആണ്. അല്ലേ ആരാധ്യ? 1 സ്ക്വയർ 2 സ്ക്വയർ. അടുത്ത ഏതാണ് മോളെ? 9. ആരാധ്യ ശരിയാണ്. ആരാധ്യ എല്ലാവർക്കും വേണ്ടി പറയാൻ പോവുകയാണേ. ഇപ്പൊ ആരാധ്യയുടെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. മറ്റുള്ള കുട്ടികളെ ശ്രദ്ധിച്ചോട് ഓരോരുത്തരും നോക്കിയാൽ വിളിക്കാം. ആരാധ്യ 4 9 കഴിഞ്ഞ അടുത്ത സ്ക്വയർ നമ്പർ ഏതാണ്? 16. ആരാധ്യ ഈ സ്പീഡ് പറയാവുന്നത് ശ്രദ്ധിച്ചോളൂ. വളരെ സ്പീഡ് പറയാൻ പോവുകയാണ് ആരാധ്യ. ഞാൻ സ്പീഡ് പറയാൻ പോവുകയാണ്. 25 36 ഡാഷ് 49. ആരാധ്യയുടെ സ്പീഡ് കൂടി വരുന്നു. എന്റെ ഈ സ്പീഡ് കൂടാൻ പോവുകയാണ് ആരാധ്യ. 100 121 ഡാഷ് 144. 144. വെരി ഗുഡ്. അടുത്തത് ആരാധ്യ 400 441 ഡാഷ്. ആരാധ്യ സ്പീഡ് ബാക്കി ശ്രദ്ധിച്ചോ. 484.
484 വെരി ഗുഡ് 484. ഇനി ആരാധന സ്പീഡ് കൂട്ടുന്ന ഇപ്പോഴേ 15,876 16,129 ഡാഷ്. അങ്ങനെ ചോദിക്കരുത്, ഞാൻ പഠിച്ചിട്ടില്ല. അത് ആരാധ്യം പഠിച്ചിട്ടില്ല, ആരെങ്കിലും പഠിച്ചിട്ട് പറയാം. ഇത് രണ്ടും അടുത്തടുത്ത നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ് ആണ്. സത്യമാണ്. 1ഉം 4ഉം തമ്മിൽ അടുത്തതുപോലെ, 4ഉം 9ഉം തമ്മിൽ അടുത്തതുപോലെ, 25 36 തമ്മിൽ അടുത്തതുപോലെ അടുത്ത് കിടക്കുന്ന സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഞാൻ വേണമെങ്കിൽ ഇത് പറഞ്ഞുതരാം. 126ന്റെ സ്ക്വയർ ആണ് 15,826. 127ന്റെ സ്ക്വയർ ആണ് ഇത്. പക്ഷേ 128ന്റെ സ്ക്വയർ കാണാൻ 128 കുടിക്കാതെ തന്നെ ഒരു കുട്ടിക്ക് പറയാൻ പറ്റും. എങ്ങനെ? അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. ഈ 4ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് പറയും? 3. 3 ഒരു ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ the difference of the consecutive square number is always odd. രണ്ട് അടുത്തടുത്ത വർഗസംഖ്യയുടെ വ്യത്യാസം എപ്പോഴും ഒറ്റസംഖ്യയായിരിക്കും. The difference of 4 and 9, that is 5. അപ്പൊ ഇവിടെ 1ഉം 4ഉം തമ്മിൽ വ്യത്യാസമായ 3 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ 5 ആണ്. 4ന്റെ കൂടെ 5 9. ആരാധ്യ പറഞ്ഞിരിക്കുന്ന 100ഉം 101 തമ്മിലുള്ള വ്യത്യാസം ആരാധ്യ എത്രയാണ്? 21. പിന്നെ ആരാധ്യ ചെയ്യുന്നത് 21 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ 23 അല്ലേ? 121 എന്ന രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 23 അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 144 കിട്ടണം. അതേ രീതിയിൽ ഈ അഞ്ചക്ക സംഖ്യയെ തമ്മിലുള്ള വ്യത്യാസം ഇതേ രീതിയിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. 14,199 15,876 കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 253 ആണ്. പക്ഷേ 16,199 കൂടെ നിങ്ങൾ 253 ആണോ കൂട്ടേണ്ടത്? 255. 255 കൂട്ടണം. 255 കൂട്ടി എത്ര നിങ്ങൾ നോക്കും മക്കളെ? 16,384. 16,384. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എഴുതി വെച്ചോളൂ. ഇതൊക്കെ നിങ്ങൾ നോക്കി ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് വരും. ഇതൊന്ന് വായിക്കാൻ പോവുകയാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ വെച്ചാൽ മതി. നിങ്ങൾ വൃത്തിയിൽ എഴുതിയാണ് നന്നായിട്ട് ഇതൊക്കെ നോക്കും. ശരി, ചോദ്യം വരാൻ പോകുന്നു. ഇതിന്റെ പ്രോപ്പർട്ടി എന്താണ് എഴുതി വെച്ചോളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടി എഴുതാൻ പോവുകയാണ്. സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം 5 മാർക്കിന്റെ ചോദ്യം എന്തായാലും സാറ്റിൽ നിന്ന് സ്ക്വയർ സാറ്റ് മേലെ അതിൽ നിന്ന് 5 മാർക്ക് ചോദ്യം ആണ്. അത് പഠിച്ചേ മതിയാവും എല്ലാവരും. അപ്പൊ ആ കാര്യം എഴുതിച്ചോളൂ മക്കൾ. The difference of two consecutive square number is always odd. എന്താ ഇതിന്റെ മലയാളം? രണ്ട് സംഖ്യകളുടെ അടുത്ത വർഗസംഖ്യയുടെ വ്യത്യാസം എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. ഇതാണ് എഴുതിച്ചോളൂ. ഒരു പോയിന്റ് എഴുതിച്ചോളൂ. The difference of two consecutive square number is always odd. രണ്ട് അടുത്തടുത്ത വർഗസംഖ്യയുടെ വ്യത്യാസം എപ്പോഴും ഒരൊറ്റ സംഖ്യയായിരിക്കും. ഇനി നിങ്ങൾക്ക് നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ചോദ്യം അവിടെ എഴുതി വെക്കാം. അതിലെ മേലെ എഴുതിയാൽ കുഴപ്പമില്ല. അത് വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ നേരിടാൻ പറ്റും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. യെസ് സാർ. ഏത് വിഷയത്തിൽ ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങളുടെ വീട്ടിൽ അതായിട്ട് അറിയാവുന്ന പേരൻസിന്റെ മുതിർന്ന ആളുകളെ കൂടെ നിർത്താം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തോ ആരെങ്കിലും ഇല്ല.
അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാല് ഒരു പെട്ടിയിലേക്ക് അടച്ചു കൂട്ടിക്കോളൂ. ഒരു പെട്ടി അടച്ചുപൂട്ടി ഇതിലേക്ക് ബന്ധപ്പെട്ട ചോദ്യം വരും. അപ്പൊ വേറൊരു പ്രോപ്പർട്ടി കൂടി നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പ്രോപ്പർട്ടി കൂടി തന്നിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അല്ല, നമുക്ക് ചോദ്യമല്ല, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായി നമുക്ക് ചോദ്യം. The difference of two alternate square number is the multiple of 4. അത് ഒരാളൊന്ന് വായിച്ചേ. The difference of alternate square number is the multiple of 4. The difference of two alternate. ഒന്നുകൂടി വായിച്ചേ. The difference of two alternate square number is the multiple of 4. വേറെ കുട്ടി വായിച്ചേ. The difference of two alternate square number is multiple of 4. Multiple of 4. അതും ഒരു പോയിന്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മലയാളം പറയോ? പറയാമല്ലോ, മലയാളം എഴുതിക്കോളൂ. ഒന്നിടവിട്ട മലയാളം വേണ്ട സ്ഥലത്തുള്ള പദമുണ്ടേ. ഒന്നിടവിട്ട രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം നാലിന്റെ ഗുണിതമായിരിക്കും. ആ മലയാളം പറയുന്നത് കുട്ടി ഇരുന്ന് വായിച്ചേ. മലയാളം ഒന്നിടവിട്ട രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 4ന്റെ ഗുണിതമായിരിക്കും. വായിച്ച കുട്ടിയുടെ പേരെന്താണ്? ലിയാന ഷെറിൻ. ഏത് സ്കൂളാണ്? ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവള്ളൂർ. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ശരി. അപ്പോൾ ഈ പറഞ്ഞതിലേക്ക് ബന്ധപ്പെട്ട ചോദ്യം വരുന്നത് നോക്കിക്കോളെ. ഈ പറഞ്ഞതിന് ബന്ധപ്പെട്ട് the difference of two alternate purpose square is 132. What is the middle square number? ഒരു കുട്ടിയെ ചോദ്യം വായിച്ചേ. The difference of two purpose square is 132. What is the middle square number? The difference of two alternate. The difference of two alternate square number is 132. What is the middle square number? മലയാളം എഴുതിക്കോളൂ. ഒന്നിടവിട്ട രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 132 ആവുന്നു എങ്കിൽ നടുവിലത്തെ വർഗസംഖ്യ ഏത്? നടുക്കിനെ ഉദ്ദേശിച്ച് ആ രണ്ടിലാണ്. നടുവിലുള്ള വർഗസംഖ്യ ഏത്? ഒന്നുകൂടെ പറയൂ സാറേ. ഒന്നിടവിട്ട രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 132 ആയാൽ നടുവിലുള്ള വർഗസംഖ്യ ഏതാണ്? ചോദ്യം ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് നിങ്ങൾ എന്നെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്.
എല്ലാവരും പറഞ്ഞോളൂ. 1 ഒരു സ്ക്വയർ നമ്പർ ആണെന്ന് നിങ്ങൾക്കറിയാം, ശരിയല്ലേ? യെസ് സാർ. 1 കഴിഞ്ഞാൽ 4 ആണ്, അത് ഞാൻ എഴുതുന്നില്ല. പകരം 1 ഇടവിട്ട 9 എഴുതുന്നു. എങ്കിൽ ഈ നടുക്കത്ത ആളാരാണ്? 4. പറയാനില്ല, നിങ്ങളെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഒന്നും പറയേണ്ടത്. ഇനി അടുത്ത 4 കഴിഞ്ഞാൽ ഞാൻ എഴുതേണ്ടത് 9 ആണ്. പക്ഷെ ഞാൻ 16 എഴുതുന്നു. നടുക്കുള്ളത് ആരാണ്? 9. 9 കഴിഞ്ഞാൽ ഞാൻ എഴുതേണ്ടത് 16 ആണ്. പക്ഷെ ഞാൻ ഇവിടെ എഴുതുന്നു 25. അപ്പൊ ഇവരെ നടുക്കാരാണ്? 16. ഇനി അടുത്തത് 16 കഴിഞ്ഞാൽ ഞാൻ എഴുതേണ്ടത് 25 ആണ്. പക്ഷെ തൊട്ടടുത്ത 36 എഴുതുന്നു. ഈ നടുക്കുള്ളതാരാണ്? 25. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 25 ഇവിടെ എഴുതിയിട്ട് ഞാൻ ഇവിടെ തൊട്ടടുത്തത് എഴുതാതെ 49ലേക്ക് പോയാൽ നടുവിലത് എങ്ങനെ കണ്ടെത്തും? 36. ഇവിടെ നിങ്ങൾക്ക് ഇത് എഴുതിയത് കൊണ്ടാണ് 36 പറയാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങളോട് പരീക്ഷയ്ക്ക് വരിക, the difference of 2 alternate square number is 8, which is the middle number. The difference of 2 alternate square number is 12, which is the middle number. Or the difference of 9 and 25 തരാതെ 2 alternate square number is 16. എങ്കിൽ middle number ഏതാണ്? The difference of 16 and 36, that is 20 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. 20 മാത്രം തന്നുകൊണ്ട് ഈ 25 നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? എല്ലാത്തിനും ഒരേ നിയമം ആയിരിക്കണം. ഒരാൾക്ക് ഒരു നിയമം വേറൊരാൾക്ക് വേറെ പറയാൻ പറ്റില്ല. The difference of 2 alternate square number is 24. 24 മാത്രം തന്നുകൊണ്ട് ഇവിടെയുള്ള 36 നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താം? ഒന്ന് ആലോചിച്ചു. Divided by 4. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ചെയ്യേണ്ടത് the difference of 2 alternate square number is 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് നിങ്ങൾക്ക് എഴുതി വെച്ചാൽ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം കണ്ടുപിടിച്ച 2നെ സ്ക്വയർ ചെയ്താൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിഡിൽ നമ്പർ കിട്ടിക്കോളും. അത് 4 ആണ്. ഇവിടെ 25 49 നമ്മൾ വ്യത്യാസം കൊണ്ട് 24 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ 24നെ നിങ്ങൾ ഉടനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4നെ മറക്കരുത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 24 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 6. ആ 6നെ സ്ക്വയർ ചെയ്താൽ എത്രയാണ്? 36. 36. ഇനി നിങ്ങൾ പറയൂ, the difference of 2 alternate square number is 132 എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ 132 നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 1089. അങ്ങനെയാണെങ്കിൽ 132 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 33. 33നെ സ്ക്വയർ ചെയ്താൽ എത്രയാണ്? 1089 ആണ്. ഇപ്പൊ മനസ്സിലായി. ഈ തൊട്ടപ്പുറത്തെ ആള് ആ 32ന്റെ സ്ക്വയർ ആയ 1024. ഇത് 31ന്റെ സ്ക്വയർ, ഇവിടെ 34ന്റെ സ്ക്വയർ വരും. 34ന്റെ സ്ക്വയർ എത്രയാണ്? What is the square of 34? 34 of 1256. 1156. ഇനി എല്ലാവരും അതേ സ്ഥലത്ത് പറയൂ, 1024 1156 തമ്മിലുള്ള വ്യത്യാസം എന്തേ? അതല്ലേ മക്കളെ ചോദിച്ചത്? 132. 132. ശരി, ഇന്നത്തെ ക്ലാസ്
ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇതാ വരുന്നു നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ 20 ചോദ്യങ്ങൾ. അത് നമ്മൾ മുമ്പ് എടുത്തതുണ്ട്, എടുക്കാത്തതുണ്ട്. ആ 20 ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ ചെയ്ത് വെച്ചോളൂ.